ഓണം വിപണി ഇടപെടലിന് സപ്ലൈകോയ്ക്ക് സർക്കാരിന്റെ കൈത്താങ്ങ്. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ 225 കോടി രൂപ അനുവദിച്ചു. ബജറ്റിൽ വകയിരുത്തിയതിനേക്കാൾ 120 കോടി രൂപയാണ് അധികം അനുവദിച്ചത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് സപ്ലൈകോ. സബ്സിഡി സാധനങ്ങൾ പലതും കിട്ടാനുമില്ല. സാധനങ്ങൾ വിതരണം ചെയ്ത കരാറുകാർക്കും കോടികൾ കൊടുക്കാനുണ്ട്. ഓണമെത്തിയതോടെ വിപണി ഇടപെടൽ ഇല്ലെങ്കിൽ അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയരും. ഈ സാഹചര്യത്തിലാണ് സപ്ലൈകോയ്ക്ക് 225 കോടി രൂപ സർക്കാർ അനുവദിച്ചത്. ഓണക്കാലത്ത് അവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താനാണ് തുക അനുവദിച്ചതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. വിപണി ഇടപെടലിന് ഈ വർഷത്തെ ബജറ്റ് വിഹിതം ആകെ 205 കോടി രൂപയാണ്. കഴിഞ്ഞ മാസം 100 കോടി രൂപ സപ്ലൈകോയ്ക്ക് അനുവദിച്ചിരുന്നു. ബജറ്റ് വകയിരുത്തൽ പ്രകാരം 105 കോടി രൂപയാണ് ബാക്കിയുള്ളത്. എന്നാൽ ബജറ്റിൽ വകയിരുത്തിയതിലും 120 കോടി രൂപ അധികമാണ് സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകിയത്. ഇതോടെ ഓണക്കാലത്ത് സപ്ലൈകോയിൽ സാധനങ്ങൾ യഥേഷ്ടം എത്തിക്കാൻ കഴിയുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. പെൻഷൻ വിതരണം കൃത്യമല്ലാത്തതും സപ്ലൈകോയിൽ സാധനങ്ങളില്ലാത്തതും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF-ന് തിരിച്ചടിയായിരുന്നു. ഇതുകൂടി കണക്കിലെടുത്താണ് ഓണക്കാലത്തെ വിപണി ഇടപെടലിനുള്ള സർക്കാർ സഹായം. TV പ്രസാദ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.